അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. APS2 ഹിബുൽ ഇസ്ലാം ആനുവൽ ഇവാലുവേഷൻ മാർച്ച് 2025 പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടോട്ടൽ 50 മാർക്കിനാണ്. രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. ഇഹ്തിബാറും തെഹരീറിയും. തെഹരീറിന് റിട്ടൺ എക്സാം ആയിട്ടും അതേപോലെ ഓറൽ എക്സാം ആയിട്ടും ചൊല്ലി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഭാഗം റിട്ടൺ എക്സാമിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നോക്കാം. നുലാഹിലു വനസിലു. നുലാഹിലു വനസിലു എന്ന് പറഞ്ഞാൽ ചേരുമടി ചേർക്കലാണ്. മാച്ച് ദ ഫോളോയിങ് എല്ലാ പ്രാവശ്യവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന മോഡലാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നോക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പിന്നെ മറിയം റളിയല്ലാഹു അൻഹ, ഖുറൈശികൾ, സഈദ് റളിയല്ലാഹു അൻഹു. പിന്നെ അവർ പറഞ്ഞ വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ കഥകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥകളിലൊക്കെ പിന്നെ ഓരോരുത്തർ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ അതുപോലെയുള്ള പറഞ്ഞ ആളുകളും അവർ പറഞ്ഞ കാര്യങ്ങളും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പേജ് നമ്പർ 18 ഇങ്ങനെ ഒരു ചിത്രം കാണാം. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഖുർആൻ ആയത്തൊക്കെ കൊടുത്തിട്ട് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഖുർആനിക കഥകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് കിട്ടിയ ആ ഹിസ്റ്റോറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇഖ്റ എന്ന് കാണാം, ഉമ്മ അനബിക്കാരി എന്ന് കാണാം. ഇതൊക്കെ ആര് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഖ്റ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പിന്നെ മോഡലിൽ ഒരുപാട് പിന്നെ പേജുകൾ, ഒരുപാട് പാഠഭാഗം നമ്മൾ വഹീബുൽ ഇസ്ലാം പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നിൻ്റെ പിന്നെ ആൻസേഴ്സ്. ഈ ഒരു മോഡൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും, ഇക്കൊല്ലം പഠിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലാണ് ഇവിടെ എടുത്തത്. ഇതിനടുത്ത് ഈ ഒരു മോഡലാണ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലാ തഹസൻ ഇന്നല്ലാഹ മഅന. ലാ തഹസൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ആര് പറഞ്ഞതാണ്? നമ്മൾ നോട്ടിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞ ആളുടെ പേരും ആരോട് പറഞ്ഞു എന്നുള്ളതും എന്നുള്ള കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. ലാ തഹസൻ ഇന്നല്ലാഹു മഅന. ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ആര് പറഞ്ഞതാണ്? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് രണ്ടാമത്തത് യാ ജാരിൽ ജൈബ് തുരീദു അൻ തബ്തഇദ അന്ന. പിന്നെ നെയ്ബർഹുഡിനോട് പറയുന്ന, അയൽവാസിയോട് പറയുന്ന ഒരു വാക്കാണ്. നീ ഞങ്ങളെ വിട്ടു പോവാണോ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. ഇതാര് പറഞ്ഞതെന്ന് വെച്ചാൽ സഈദ് റളിയല്ലാഹു അൻഹു തൻ്റെ പിന്നെ അയൽവാസിയോട് പറഞ്ഞതാണ്. ആ ഒരു കഥ നമ്മൾ പേജ് നമ്പർ 65 നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ആ പേജ് നമ്പർ 65 ഒരു വലിയ കോൺവെർസേഷൻ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ല അബ്സർന. അവരാരെങ്കിലും പിന്നെ അടിയിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും. ഇത് ആരോട് പറഞ്ഞതാണ്? ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്. അപ്പോൾ ആരാണ് പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇത് പിന്നെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത്, അഭയം തേടിയ സമയത്ത് പറഞ്ഞതാണ്. അതിൻ്റെ കഥ നേരത്തെ കാണിച്ചത് പോലെ ഇതിൻ്റെ കഥ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. ഇത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ആണ് പറഞ്ഞത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഈ കഥ നമ്മൾ പേജ് നമ്പർ 34 പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിനും പേജ് നമ്പർ, കഥ പഠിക്കുന്ന പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മൊത്തത്തിൽ വരുന്ന പേജ് 86. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് പേജ് നമ്പർ 86ലാണ്. അടുത്തത് സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അടുത്തത് ലൗ ദഖല ഹാഹുന ലം യകുൻ നസ്തുൽ അൻകബൂതി അലാ ബാബിഹി. ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ, ഈ ഗുഹയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പിന്നെ സ്പൈഡറിൽ 8 കാല് ഇങ്ങനെ ഈ ചിലന്തി വല ഇങ്ങനെ നെയ്തിട്ടുണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഇത് ഖുറൈശികൾ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ പോയ സമയത്ത് അവർ രണ്ടുപേരും പിന്നെ സൗർ ഗുഹയിൽ അഭയം തേടിയല്ലോ. അപ്പോൾ സൗർ ഗുഹേൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടെ അവർ അന്വേഷിച്ചിട്ട് ശത്രുക്കൾ സൗർ ഗുഹേൻ്റെ പുറത്തേക്ക് എത്തി. ഈ ഒരു പേജിലാണ് കഥ പറയുന്നത്. ഈ ഗുഹേൻ്റെ ഉള്ളിൽ പുറത്തെന്താക്കി ചിലന്തി വല കെട്ടി. ആ സമയത്ത് ഖുറൈശികളൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗുഹക്കുള്ളിലുള്ള നബി സല്ലല്ലാഹു നബീനെയും അബൂബക്കർ റളിയല്ലാഹു കാണുമായിരുന്നു. അപ്പോൾ ആ ഒരു പേടിയാണ് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാ ഇവിടെ കാണാം നമുക്ക്. ലവന്നഹദഹും നറ തഹ്ത ഖദമൈഹി ലബ്സർന. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ അടിയിൽ പിന്നെ ഖുറൈശികൾ പറയുന്നത് കാണാം. ലൗ ദഖല ഹാഹുന ലം യകുൻ നസ്തുൽ അൻകബൂതി അലാ ബാബിഹി. ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ
ചിലന്തി വല കെട്ടുമായിരുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, അബൂബക്കർ റളിയല്ലാഹു പറയുന്നതാണ്, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈനി വല്ലാഹു സാലിസുഹുമാ എന്ന് അബൂബക്കർ റളിയല്ലാഹു പറയാണ്. അതേപോലെ നബി തങ്ങൾ പറയുന്ന മറ്റൊരു വാക്യമാണ് ലാ തസിൻ ഇന്നല്ലാഹു മഅനാ എന്നുള്ള വാക്യം. അപ്പോൾ ഈ ഒരു പേജിലുള്ള കഥകൾ മൊത്തത്തിൽ നമ്മൾ എന്താക്കണം, കണക്ട് ചെയ്തിട്ട് പഠിക്കണം. അത് ആര് എപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചെന്നുള്ളത് ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ മാച്ച് ദ ഫോളോയിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞത് ഖുറൈശികളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നഖ്താറു ഷാദ, ഒറ്റപ്പെട്ടതിനെ കണ്ടുപിടിക്കാനാണ്. വളരെ ഈസിയാണ്. ഒന്നാമത്തത് മൂസ അലൈഹി സ്വലാം, ജിബ്രീൽ അലൈഹി സ്വലാം, ഈസ അലൈഹി സ്വലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് നോക്കുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതാണ് മുഹമ്മദ് നബിയാണെന്ന് പറയും. അങ്ങനെയല്ല, ഇതിൽ 3 ആളുകൾ നബിമാരാണ്, 1 മലക്കാണ്. അപ്പോൾ മലക്കാണ് ഒറ്റപ്പെട്ടത്, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഒറ്റപ്പെട്ടത്. ഓക്കെ, ഇവിടെ അലൈഹി സ്വലാമും സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. മലക്കുകൾ ആരാണെന്നും നബിമാരാരാണെന്നും നമ്മൾ എന്താക്കുക, പഠിച്ചു വെക്കുക. നമ്മൾ ഹിബുൽ ഇസ്ലാം ഇതുവരെ പഠിച്ച മലക്കുകളുടെ പേര് വേറെ എഴുതി വെക്കുക, നബിമാരുടെ പേര് വേറെ എഴുതി വെക്കുക, അള്ളാഹുവിൻ്റെ പേര് വേറെ എഴുതി വെക്കുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താൻ നമുക്ക് പറഞ്ഞ് ചോദിക്കാം. രണ്ടാമത്തത് ജാർ അബ് ഇബിന് ഉമ്മ്. ഇപ്പോൾ പേജ് നമ്പർ അവസാന ഭാഗത്ത്, കിതാബിൽ അവസാന ഭാഗത്ത് പേജ് നമ്പർ 81 ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെയും അതല്ലാത്ത അവരെ ഇതിലും കൊടുത്തിട്ടാണ് ഒറ്റപ്പെട്ടതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ജാർ അയൽവാസി, അബ് ഉപ്പ, ഇബിന് മകൻ, ഉമ്മ അല്ലേ. അപ്പോൾ ഇതിൽ പിന്നെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തത് ജാറ് മാത്രമാണ്. അപ്പോൾ ഇതാണ് നെയ്ബർഹുഡ്, അതിൽ ഇതാക്കാം ഉത്തരം. ഇനി മൂന്നാമത്തത് അൽ അസ, തൂർസീന, ജബലുർ റഹ്മ, താബൂത്ത്. ഇതെങ്ങനെ ഇവർ ചോദിച്ചതെന്ന് വെച്ചാൽ 67 പേജ് നമ്പർ 67 നമുക്ക് കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്ന ഇതുപോലുള്ള ഓരോ നബിമാരെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്ന പേജുകളുണ്ട്. ആ പേജുകൾ ആ നബിമാരുടെ പേരും ആ നബിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നല്ലോണം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 എണ്ണം മൂസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് പുറത്തുള്ളതാണ്. അത് ഏതാണെന്ന് വെച്ചാൽ പുറത്തുള്ളത് ജബലുർ റഹ്മയാണ്. അസ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ വടിയാണ്. തൂർസീന എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹുമായിട്ട് പിന്നെ മുനാജാത്ത്, അതായത് സംസാരിച്ച സംഭാഷണം നടത്തിയ സ്ഥലമാണ്. താബൂത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പെട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ മൂസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്. ജബലുർ റഹ്മ മാത്രമാണ് പുറത്തുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് നുറത്തിബ് വ നക്തുബ് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഹദീസ് അത് ക്രമം തെറ്റിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താക്കണം, ക്രമത്തിലാക്കി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തത് റഹിമ ലാ കാത്യ ജന്ന യദ്ഖുൽ. അപ്പോൾ ഇതിൻ്റെ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട പാഠത്തിലാണുള്ളത്. പേജ് നമ്പർ 80 ലാ യദ്ഖുൽ ജന്ന കാത്യ റഹിം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഇത് നമ്മൾ എന്താക്കി എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് അടുത്തത് നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത്. ഈ സഹത്തിൽ വാലിദൈനി റിലല്ല വ സഹത്തുല്ല ഫി റിലൽ വാലിദൈനി. അപ്പോൾ അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 75 നമുക്ക് കാണാം. ഇതൊക്കെ ഈ അടിഭാഗത്ത് കൊടുത്തതൊക്കെ മുൻ വർഷങ്ങളിൽ പഠിച്ച ഹദീസുകളാണ് കേട്ടോ. അപ്പോൾ മുൻ വർഷങ്ങളിൽ പഠിച്ച ഹദീസുകൾക്ക് ഇപ്രാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്നൊക്കെ ചോദിക്കും. റിലല്ല, കാരണം ഒരുപാട് തവണ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അത് പിന്നെ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. റിലല്ല ഫി റിലൽ വാലിദൈനി വ സഹത്തുല്ല ഫി സഹത്തിൽ വാലിദൈനി. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് നമ്പർ നുലാഹിൽ വനവ അലാമ സിഹ. പിന്നെ തെറ്റും ശരിയും എന്താക്കുക നമ്മൾ അടയാളപ്പെടുത്താം. ഇത് തജ്വീദാണ്. നമ്മൾ പിന്നെ ഖുർആൻ ഓതി പഠിക്കുന്ന സമയത്ത് പേജിൻ്റെ ഒക്കെ അടിഭാഗത്ത് ഇങ്ങനെ ഓരോ അടയാളങ്ങൾ കാണാം. എന്നിട്ട് ആ ഭാഗങ്ങൾക്ക് പ്രത്യേക നിറങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ പിന്നെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 87 അതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു PDF ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഞാൻ അവർക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള PDF ഉണ്ട് തജ്വീദിൻ്റെ ഈ നിയമങ്ങൾ. അപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ കഴിയില്ല ഇൻഷാ അല്ലാഹ്. അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ മദ്രസക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചാനലിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. ഖലഖൽ ഇൻസാന മിൻ സൽസാൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുവന്ന അടയാളം ഇട്ടിട്ടുണ്ട് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാക്കിനായ നൂന് ശേഷം ഏത് അക്ഷരമാണ് വന്നിട്ടുള്ളത് നോക്കാം. സാക്കിനായ നൂന് ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്കിനായ നൂനും തെൻമീനും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം.
എന്നിട്ട് ഏതിനാണ് അവർ അടയാളിട്ടത്, അവർ പ്രത്യേകം അടയാളപ്പെടുത്തിയ ഭാഗത്തിന് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയത് സാക്കിനായ നൂനിനും സ്വാദിനാണ്. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നാൽ ഇഖ്ഫ ആണ്. അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഇഖ്ഫാവിൻ്റെ നിയമങ്ങൾ, സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെ നിയമങ്ങൾ നമ്മൾ പ്രത്യേകം എഴുതി പഠിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ PDF എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആളുകൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ ഞാൻ ഉടനെ തന്നെ എന്താക്കാം, അയച്ചു തരാം കേട്ടോ. പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തത് കിറാമിം ബറാറ. ഇവിടെ കിറാമിൻ എന്ന് പറഞ്ഞാൽ മീമിൻ്റെ അടിയിൽ ഒരു മീം കാണുന്നുണ്ട് അല്ലേ, ഒരു കസറും ഒരു മീമും കാണുന്നു. ഒരു കസറ് മീമിൻ്റെ അർത്ഥം ഇവിടെ തെൻവീനാണ്, കസറ് തെൻവീനാണ്. ഈ കസറ് തെൻവീനിന് ശേഷം ബാ വന്നു. കസറ് തെൻവീനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ്. ഇതിൻ്റെ ഉത്തരം ഇഖ്ലാബാണ് കേട്ടോ. ഒന്നാമത്തത് ഇഖ്ഫാ, രണ്ടാമത്തത് ഇഖ്ലാബ്. മൂന്നാമത്തത് സാക്കിനായ മീമിന് ശേഷം യാ വന്നു. സാക്കിനായ മീമിന് ശേഷം യാ വന്നാൽ ഇൽഹാറാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇൽഹാറാണ്. നാലാമത്തത് സാക്കിനായ നൂനിന് ശേഷം ഐൻ വന്നു, അതെന്താണ്, ഇൽഹാറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പെട്ടെന്ന് പഠിക്കാനുള്ള PDF എൻ്റെ അടുത്തുണ്ട്, ആവശ്യമുള്ള ആളുകളെ അറിയിക്കുക കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും PDF ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് തെറ്റും ശരിയും അടയാളപ്പെടുത്തലാണ്. നോക്കാം. അപ്പോൾ ഈ ഒരു പാഠം വരുന്നത് പേജ് നമ്പർ 46 കിതാബിൽ പേജ് നമ്പർ 46 ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. ഒന്നാമത്തത് ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ്, നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തത് റഫു സബ്ബാബ എന്ന് പറഞ്ഞാൽ ചൂണ്ട് വിരൽ ഉയർത്തുക, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ശരിയില്ല. ഇനി അൽ മഷ്യു അറക്കുക, നിസ്കാരത്തിൽ നടന്ന് കളിക്കുക, അത് പറ്റൂല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. 3 അൽ അക്കലു വഷുർബു, നിസ്കാരത്തിൽ തിന്നലും കുടിക്കലും പറ്റൂല, തെറ്റാണ് അല്ലേ. പിന്നെ നളറയിലെ മക്കാനി സുജൂദ്, നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥലത്ത് തന്നെ നോക്കുക, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കസറത്തുൽ ഹർക്ക, നിസ്കാരത്തിൽ അനാവശ്യമായിട്ട് അധികമായിട്ട് പിന്നെ ഇളകുക, അനക്കുണ്ടാക്കുക, നിസ്കാരത്തിൽ ഇളകി കളിക്കുക, അതെന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്, നിസ്കാരത്തിൻ്റെ ഭാഗത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 38 മുതൽ പിന്നെ അങ്ങോട്ട് 46 വരെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാല്ലാഹ്. അപ്പോൾ ഇത്രയാണ് റിട്ടൺ എക്സാം ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇഖ്തിബാർ ഷഫഹിയാണ്, ഓറൽ എക്സാമാണ്. ഓറൽ എക്സാമിലും പിന്നെ ഹദീസുകൾ കാണാതെ പറഞ്ഞു കൊടുക്കാൻ നെതദക്കർ വനുക്മിലും എന്നുള്ളതാണ്. ഇതിവിടെ എഴുതി കൊടുക്കാനുള്ളതല്ല, നെതദക്കർ വനുക്മിലും. ഇത് ഓർത്തെടുത്തിട്ട് എന്താക്കുക, നമ്മൾ ഇത് പൂർത്തിയാക്കി കൊടുക്കണം നമ്മുടെ ടീച്ചർമാർക്ക്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ഒന്നാമത്തത് മൻസാമ റമളാന ഈമാൻ, പേജ് നമ്പർ 19 ആദ്യ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. പേജ് നമ്പർ 19 മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ കഴിഞ്ഞ വർഷം അത് APS 1 പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് ലൗ അന്നക്കും തതവക്കലൂൻ, പേജ് നമ്പർ 35 ലൗ അന്നക്കും തതവക്കലൂൻ, തവക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പാഠഭാഗമാണ്. ആ ഭാഗത്താണ് വന്നിട്ടുള്ളത്. പക്ഷികളെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന് പിന്നിലൊക്കെ കഥകളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് ഉത്തരം നോക്കാം. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഹഖുൽ മുസ്ലിമി അല, ഇത് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ വർഷങ്ങളിലും പഠിക്കുന്ന ഒരു ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും പഠിച്ചു വെക്കാം. ഇൻഷാ അല്ലാഹ് ഒരു 90% ഇത് വരാൻ സാധ്യതയുണ്ട്. പേജ് നമ്പർ 56 ഹഖുൽ മുസ്ലിം കാണാം. എന്താണ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ് വഇത്തിബാഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതശ്മീതുൽ ആതിസ്. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചു വെക്കാം. അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ നെത്തദക്കറു വനുക്കുമൽ, സെയിം പാറ്റേണുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്തത് നെത്തദക്കറു വനുക്കുമൽ, തൊട്ട് മുമ്പ് ചോദിച്ച അതേ മോഡലുള്ള ക്വസ്റ്റ്യനാണ്, കാണാതെ ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ ഇത് ദിക്റുകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ഡേഷ്, ബാക്കി പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്ത് റബ്ബുൽ അർള് റബ്ബുൽ അർശിൽ കരീം. അത് എളുപ്പത്തിൽ ചൊല്ലി പഠിക്കാൻ പറ്റുന്ന ദിക്റാണ്. പിന്നെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ, പേജ് നമ്പർ 76 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത
ഖലഖ്തനി വ അന അബ്ദുക വ അന അല അഹ്ദിക വ വഅദിക മസ്തഅതഅത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന് അല്ലാഹുമ്മ അന്തസ്സലാം. നോക്കാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജുസ്സലാം തബാറക് റബ്ബന വ തആലൈത് യാദൽ ജലാലി വൽ ഇക്റാം. ഇത് നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. അതുകൊണ്ട് ഇതൊന്നും പിന്നെ മറന്നുപോയിട്ടുണ്ടാവില്ല, എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതായതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെത്തുലു മുജവ്വിദൻ എന്നാണ്. തജ്വീദോട് കൂടിയിട്ട് ഖുർആൻ ഓത്തിൻ്റെ നിയമാനുസരണം മണിക്കേണ്ടടുത്ത് മണിക്കുക, നീട്ടേണ്ടടുത്ത് നീട്ടുക, ആ രീതിയിൽ തജ്വീദോട് കൂടിയിട്ട് ഓതി കൊടുക്കലാണ്. ഇത് കാണാതെ ഓതി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ ഹിഫ്ലായിട്ട് ഓതി കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, തജ്വീദോട് കൂടിയിട്ട് ഓതി കൊടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഹിഫ്ലായിട്ട് ഓതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തജ്വീദ് ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കിയിട്ട് ഓതലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതിപ്പോൾ തബാറക്കയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, സൂറത്ത് റഹ്മാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ വസ്സമായി വത്താരിക്ക് ചോദിച്ചിട്ടുണ്ട്, അൽ ഖാരിഅ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൽ ഖാരിഅ വസ്സമായി വത്താരിക്കൊക്കെ പഠിക്കുക, തബാറക്ക പഠിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ 2025 ഹിഫ്ളുൽ ഇസ്ലാമിൻ്റെ കൊല്ല പരീക്ഷേൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല രീതിയിൽ ഈ പ്രാവശ്യത്തെ എക്സാം പ്രാക്ടീസ് ചെയ്യാനും അത് നല്ല രീതിയിൽ എഴുതാനും പറഞ്ഞു കൊടുക്കാനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ജയത്തിലുമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.